എന്താ ഇത്? പ്ലാസ്റ്റിക് മാതിരി ഇരിക്കുന്നു കണ്ടിട്ടില്ല. ഇത് നമ്മുടെ പറമ്പിലൊക്കെ കാണുന്നതാ, കയ്യാലയിലും ഒക്കെ കാണുന്നത്. ഇത് നോക്കിക്കുക, നമ്മുടെ വീട്ടിലാണ് ഇഷ്ടംപോലെ മതിലരുവി നിൽക്കുന്ന ഈ ചെടി നോക്കിക്ക്. ഇത് കണ്ടോ മരണേ, എന്ത് രസമല്ലേ, എവർഗ്രീൻ മാതിരി ഉണ്ട് അല്ലേ? ഈ ഒരു സെക്ഷനിൽ നിന്ന് തന്നെ നമ്മൾ ഇത്രയും ഒപ്പിച്ചിട്ടുണ്ട്, എല്ലാം ഒന്നുണ്ട്. ഇവിടെ വളങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് കളക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. പൂവാർ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി കേരളത്തിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡനായ കുഴിപ്പള്ളത്ത് കയറിയപ്പോൾ അവിടെ കണ്ട നല്ല നല്ല കാഴ്ചകളാണ് ഈ വീഡിയോയിലുടനീളം കാണിക്കുന്നത്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തിരുവനന്തപുരമൊക്കെ ഒന്ന് കറങ്ങാൻ വന്നു. തിരുവനന്തപുരം കറങ്ങാൻ വന്നപ്പോഴേ നമ്മൾ ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡനായ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പം പിള്ളേരൊക്കെ വരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകണമല്ലോ. അങ്ങനെ നമ്മൾ ഇവിടെ ഒന്ന് വന്നതാണ്. അപ്പോൾ ഒന്ന് വന്ന് കണ്ടിട്ട് ഇഷ്ടംപോലെ കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത് അല്ലേ? പപ്പയ്ക്ക് സ്വർഗം കിട്ടിയ പോലെയാണ്. രണ്ടുപേരും ഏതൊക്കെ ചെടി എടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കുകയാണ്. ഇഷ്ടംപോലെ ചെടികളും പച്ചക്കറി തൈകളും എല്ലാം ഉണ്ട്. ഇൻഡോർ പ്ലാന്റ്സിന്റെ തന്നെ ഒരു ഭയങ്കരമായ വിപുലമായ ഒരു കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഔട്ട്ഡോർ പ്ലാന്റ്സ് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് വെജിറ്റബിൾ കണ്ടു തീരത്തില്ല, വൈകിട്ട് വേറെ കറങ്ങി കാണാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അധികം നട്ടുച്ചയ്ക്കാണ്, അപ്പം വെയിലിൻ്റെതായ കുറച്ച് പ്രശ്നമുണ്ടല്ലേ. അപ്പം നമുക്കതെല്ലാം ഒന്ന് കറങ്ങി കണ്ടിട്ട് വരാം. എന്താ, പോകാം. കുറേ അധികം റോസ് ഉണ്ട് ഇവിടെ, നോക്കിയേ എന്ത് വലിയ ഗാർഡനാണ്. അപ്പം നമുക്ക് റോസിൻ്റെ കളക്ഷനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നല്ല അടിപൊളിയാണ് കേട്ടോ. പക്ഷേങ്കിൽ റോസ് വാങ്ങിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈ പൂ കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പൂവൊക്കെ കാണാൻ ഭയങ്കര പാടാണ് അല്ലേ? നമ്മുടെ ഈ ഗാർഡനിൽ ആയതുകൊണ്ട് എന്താണെന്നറിയാൻ വയ്യ. ഇവിടെയൊക്കെ നല്ല അടിപൊളി കളറ്. ഇവിടെ നിൽക്കുമ്പോൾ ഇഷ്ടം പോലെ പൂക്കളുണ്ട്. ഇപ്പം നല്ലൊരു റോസ് പാടം മാതിരി ഉണ്ട് അല്ലേ കാണാനായിട്ട്? എന്ത് രസമാണ്, നല്ല ഭംഗിയുണ്ട്. അപ്പം നോക്കിയാൽ വെറുതെ കിടന്ന സ്ഥലമാണ് കേട്ടോ. എന്ത് ഐഡിയപരമായിട്ട് അവരും ചെയ്തേക്കുന്നത്. എത്രയോ സ്ഥലങ്ങളിങ്ങനെ വേസ്റ്റായി കിടപ്പുണ്ട് അല്ലേ? അത് അവിടെ എല്ലാം ആ മലകളെല്ലാം തട്ടായിട്ട് ഓരോ ചെടികൾ വെച്ചിട്ട് ഇങ്ങനെ മനുഷ്യരെ ആകർഷിച്ച് ഒരു ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ ആക്കി ആൾക്കാരൊക്കെ വന്ന് അങ്ങനെ പലതും വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇവിടെ എല്ലാം റെയിൻ ലില്ലി, വിങ്ക റോസ് ഇങ്ങനെ വെക്കുമ്പോൾ എന്ത് രസമല്ലേ? എനിക്ക് എന്ത് പല കളർ ഇങ്ങനെ നിന്ന് കണ്ടപ്പം നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ ബിഗോണിയ ചെടിക്കകത്തുള്ള പൂക്കളാണ് ഇത് കേട്ടോ. നമ്മൾ വിചാരിച്ച് ഇല മാത്രമേ ഉള്ളൂ ഭംഗിയുള്ളത് അല്ലേ? നിറയെ പൂക്കളും. ഈ നിൽക്കുന്നതെല്ലാം മെലസ്ട്രോമ ചെടികളാണ് കേട്ടോ. ഇത് ഒരുപാട് പൊക്കത്തിൽ വളരും. പല വെറൈറ്റി ഇവിടെ എല്ലാം പ്രൊപ്പഗേഷൻ ഏരിയ കണ്ടോ, എല്ലാം ചെറിയ കവറിലാക്കി വെച്ചേക്കാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ചുറ്റിനും കുറേ ചെടികളും പച്ചക്കറി, ഇവിടെ എല്ലാം പച്ചക്കറികളുടെ ഒരു ശേഖരമാണ് ഇവിടെയൊക്കെ ഉള്ളത്. തൈ വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം. ഒരു റോസും കൂടെ എന്തായാലും വാങ്ങിയിട്ടുണ്ട്. അപ്പം കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നപ്പോൾ അവിടെ നമ്മുടെ സബ്സ്ക്രൈബറിനെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് ഞങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ അന്ന് നേരിട്ട് ആദ്യം മുതൽ കാണും നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ കാണുന്നതാണ്. ഷംജു എന്നാണ് പേര്. ഷംജുവിൻ്റെ കുടുംബമാണ്, മോനുണ്ട്. മോനെ വീട്ടിൽ നിർത്തിയിട്ടാണ് വന്നത്. എങ്ങനെ നമുക്ക് തേടിയ വള്ളി കാലേ ചുറ്റിയെന്ന് പറഞ്ഞാൽ മതി. അതേപോലെയാണ് നമ്മൾ കണ്ടുമുട്ടിയത് അല്ലേ ഷംജു? ഒരുപാട് സന്തോഷം. കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടെറസിൻ്റെ എനിക്ക് ഒരുപാട് സ്ഥലപരിമിതിയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യണമെന്ന് തന്നെ ഒത്തിരി ആഗ്രഹം ചെലുത്തിയ ആളാണ്. അതുകൊണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടു. എനിക്ക് വയ്യാതിരുന്നിട്ട് കൂടി ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് മേളിൽ എൻ്റെ ഇക്കായും കൂടെ സഹായിച്ചാണ് ഞാൻ കൃഷി ചെയ്തത്. ഇപ്പോൾ പുതിയ വീട്ടിൽ അതിനുള്ള സൗകര്യമില്ല. അതിപ്പോൾ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. വാങ്ങിക്കാനായിട്ട് സാധിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ടൊരു സന്തോഷം. ശരി. അതുകൊണ്ട് കാക്ടസ് ഇരിക്കുന്ന നോക്കിയേ, എന്തോ വലുപ്പമൊന്നുണ്ടോ? ഇഷ്ടംപോലെ ചെടികളാണ് അവിടെയൊക്കെ ഉള്ളത്, കണ്ടില്ലേ? നമ്മൾ ഇതുവരെയും കാണാത്ത ടൈപ്പ് ചെടികളൊക്കെ. അതിൻ്റെ ലീഫ് അങ്ങനെ ഉള്ളതാ.
ഒരു വെറൈറ്റി. എന്ത് വെറൈറ്റീസാണ് നോക്കി. കാക്ടസൊക്കെ എന്ത് വെറൈറ്റീസാണ്. എന്തെല്ലാം വെറൈറ്റികളാ. എന്ത് സൈസാന്ന് നോക്കിയൊക്കെ. ഇത് നോക്ക്, പാമ്പ് പോകുന്ന മാതിരി ഒരെണ്ണമേ. അതും ഏറ്റവും വലിയ റൗണ്ട്. അയ്യോ, എന്താ ഇത്? എന്ത് വലുതാന്ന് നോക്കി. അതിൻ്റെ കുഞ്ഞുങ്ങൾ കുറേ അപ്പുറം അപ്പുറമൊക്കെ നിൽപ്പുണ്ട്. അതല്ല, ഒരു ചെറുത് മതി നട്ടിട്ട് വലുത്. നമ്മുടെ അതിനകത്ത് പൂ വന്നിട്ടുണ്ട്, ശൂലം മാതിരി. അതാണ്ട് ഇതേപോലെ സംഭവം നമ്മുടെ അതേപോലെ ഇരിക്കുന്നതാണ്. അതിനകത്ത് ഇതേപോലെ വന്നിട്ടുണ്ട്. ആ ചെടി കൊണ്ട് ചെറുതായിട്ട് നട്ടു വെച്ചേക്കുന്നുണ്ടോ? ഈ ഏരിയ ഫുള്ള് സക്കുലന്റിന്റെ ഏരിയ കേട്ടോ. സക്കുലന്റും കാക്ടസിന്റെ ഒക്കെ. നിശാഗന്ധി അല്ലേ ഇത്? അതിന്റെ വേറെ വെറൈറ്റി ഉണ്ട്. എല്ലാത്തിലും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമാധാനമായി. ഇതിനകത്ത് തൈകൾ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് അനങ്ങാതെ നിൽക്കുവാന്നല്ലോ നേരം. ഇപ്പം പപ്പയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ചെടി എടുത്തിട്ടുണ്ട് കണ്ടോ. പ്ലാസ്റ്റിക്കും മാതിരി ഇരിക്കുന്നു കണ്ടിട്ടില്ല. നമ്മുടെ ഉള്ള ചെടിയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന കാണുമ്പോൾ എന്തോ വെറൈറ്റി പോലെ തോന്നും. ഇത് ഇഷ്ടപ്പെട്ടു. ഇത് വേണേൽ നമുക്ക് ഒരെണ്ണം എടുക്കാം. അപ്പോൾ ഏതാ എടുക്കുന്നത്? ഇപ്പം ഇതെല്ലാം കൂടെ വാരി എവിടെയൊക്കെ വെക്കും? ഇങ്ങനെ വെച്ച് തലയിൽ വെച്ച്. അത് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നത് എന്തോ സംഭവം എന്നറിയാൻ വയ്യ. അത് ചട്ടി നിറഞ്ഞ് നിൽപ്പുണ്ടത്. ഇവിടെയും എല്ലാം കാക്ടസിൻ്റെ വെറൈറ്റീസ് ആയിരിക്കുന്നത് കേട്ടോ. കാക്ടസ് അല്ല, സക്കുലന്റ് ഏതാ ഇതോ? ഇതൊക്കെയോ? ആണോ? ഇത് കാക്ടസാ. ഇതെല്ലാം ബിഗോണിയാ. ഇത് ഇല വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന. എനിക്ക് തോന്നുന്നു ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ഏരിയ കേട്ടോ. പലതരത്തിലുണ്ട് കേട്ടോ. പപ്പ ഇവിടെ കാലിയാക്കുന്നു. അതോ ആ ഡിസൈൻ കൊള്ളാല്ലേ കണ്ടേ. അങ്ങനെ ഓരോന്നും ഓരോ ചെടികളും ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കും കേട്ടോ. കൊച്ചു കൊച്ചു പോട്ടിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, വലുത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇഷ്ടംപോലെ തൈകൾ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് ഇവിടെ എല്ലാം കലാത്തിയ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇഷ്ടംപോലെ മിനിയേച്ചറാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. ഇലയൊന്നും വലിയ വലിപ്പമില്ല. അതിന് ചട്ടിയിലോട്ട് മാറ്റുമ്പോൾ വലിപ്പം വെക്കുമായിരിക്കും അല്ലേ? ഇലയൊക്കെ വലുതായി വലുതായി വരുന്നുണ്ട്. അതുകൊണ്ടല്ലോ ചട്ടി വലുതാവും തോറും ഇലയും വലുതാവുന്നുണ്ട്. എല്ലാ ടൈപ്പും ഉണ്ട് അതിനകത്ത്. വില ഇവിടെ എഴുതില്ല. കലാത്തിയ വിലയൊക്കെ മാഞ്ഞു പോയേക്കുന്നു. അധികം ഇത് വേണ്ടല്ലോ, അതിന് വെയിൽ വേണ്ടാത്തത്. ഇവിടെ മരങ്ങളുടെ കീഴിലും അങ്ങനെ ഷീറ്റ് ഇതിട്ടിട്ടുണ്ട്, പച്ച നെറ്റ്. കലാത്തിയുടെ തന്നെയാണെന്ന് തോന്നുന്നതെല്ലാം. ഇവിടെ ഇരിക്കുന്ന ചെടികൾക്കൊന്നും വെയിൽ വേണ്ടാത്തത് ആദ്യം. ഇത് കൊള്ളാലിയ ഈ ഇല. നല്ല രസമുണ്ട്. ഏതാ? ഇതുണ്ട് മണി പ്ലാന്റ്സും ഒക്കെ. സാറ്റിൻ പോത്തോസ്, ഗോൾഡൻ പോത്തോസ്. അതൊന്നും ആരും വാങ്ങുന്നില്ല. അതിങ്ങനെ ഇരിക്കുവാണല്ലോ കൂട്ടത്തോടെ. ഈ ലീഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവന് ഇത് കൊള്ളാം അല്ലേ? നല്ല രസമുണ്ട്. അതിൻ്റെ ഒരു ചെറുത് നമുക്ക് എടുത്താലോ? വലിയ ചട്ടി വേണ്ട. അതുകൊണ്ട് അവിടെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അത് എടുക്കാമേ. ഇല മാത്രം ഇതായിട്ട് വെച്ചിരിക്കുക. ഒരു തൈ വരുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടായിരുന്നു. അങ്ങനെ എന്തായാലും അവർ നിർത്തത്തില്ല. ഇപ്പം ഇവിടെ ഇഷ്ടംപോലെ അലോക്കേഷയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വളർന്നു വരുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ഇതിപ്പോൾ എൻ്റെ വീട്ടിലില്ലാത്തൊരു ചെടി ആയതുകൊണ്ട് അപ്പോൾ ഇത് ഞാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്താണ്ട് 2 തൈ മാതിരി ഉണ്ട് കേട്ടോ. ബാക്കിയുള്ളതിനകത്തെല്ലാം ഒറ്റ ലീഫായിട്ട് മാത്രമേ നിൽക്കുന്നുള്ളൂ. നോക്കിക്കേ. അപ്പോൾ ഇതിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിന് 50 രൂപയാണ്. അപ്പോൾ നമുക്കതിനെ എടുക്കാം. ഫേണാണ് നിൽക്കുന്നത്. ഫേൺ വർഗത്തിൽപ്പെട്ടത്. പറമ്പിലൊക്കെ നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നും. ഇപ്പോൾ ഇതെല്ലാം ചെടികളാണല്ലേ വീട്ടിൽ. പപ്പ ഇനി എന്തൊക്കെ എടുത്തോണ്ട് പോയെന്നറിയാൻ വയ്യല്ലേ. ഇത് നോക്കിക്കേ. നമ്മുടെ വീട്ടിലാണ്ട് ഇഷ്ടംപോലെ മതിലരുവി നിൽക്കുന്ന ഈ ചെടി നോക്കിക്കേ. കാര്യമായിട്ടാണ് കൊണ്ടുവന്നത്. തൊണ്ടിനകത്ത് വേണ്ട, അതിൻ്റെ തൊണ്ടിനകത്ത് പിടിച്ചു വന്നിരിക്കുക. പൂക്കളൊന്നും ഇല്ല. ഉണ്ടോ?
അത് നമ്മുടെ പറമ്പ് ഇഷ്ടം പോലെ ഇപ്പോൾ ഉണ്ടോ കയ്യാലരുവില? ശരിയാ. എല്ലാം ചെടികളാണ്. നമ്മുടെ ചെടിയായിട്ട് വളർത്തിയ എല്ലാം ചെടികൾ തന്നെ. ഇതാണ്ട് നമ്മുടെ വീട്ടിലുണ്ട് അപ്പോടാണ്ട് ഇഷ്ടം പോലെ നിൽക്കുന്നു. പക്ഷെ നമ്മുടെ വീട്ടിലെ കുറച്ചുകൂടെ ഭംഗിയെന്ന് തോന്നുന്നില്ലേ? നല്ല ബുഷായിട്ട് നിൽക്കണല്ലേ. ഇത് കണ്ടോ മരണേ, എന്ത് രസമല്ലേ, എവർഗ്രീൻ മാതിരി ഉണ്ട് അല്ലേ? നല്ല ഭംഗിയുണ്ട് ഇല കാണാനായിട്ട്. ഫേണാന്ന് തോന്നുന്നു. നല്ല രസം. അവിടെ കിണറ്റിലൊക്കെ നിൽക്കുന്ന ചെടികൾ അപ്പുറം നിൽക്കുന്നുണ്ടോ? അതുകൊണ്ട് അത് ഇഷ്ടം പോലെ അതെല്ലാം കാര്യമായിട്ടാണ് വളർത്തി വെച്ചേക്കുന്നത്. കിണറ്റിലും നമ്മുടെ കയ്യാലയുടെ അരുവിലും ഒക്കെ നിൽപ്പുണ്ട്. അത് ചട്ടിക്കകത്താക്കിയപ്പോൾ വില 250 തോന്നുന്നു. ഇതൊരു പോച്ച പോലെ നിൽക്കുന്നു. ഇത് നമ്മുടെ പറമ്പിലൊക്കെ കാണുന്നതാ, കയ്യാലയിലും ഒക്കെ കാണുന്നത്. ഇപ്പൊ ഞാൻ ചട്ടിക്കകത്ത് ഒരെണ്ണം വളർത്തിയിട്ടുണ്ട്. അത് വളർത്തിയതല്ല, വളർന്നതാ. പിറ്റൂണിയ വളർത്തിയ ചട്ടിക്കകത്ത്. അതിനും പേരുണ്ട്, വിലയും ഉണ്ട് കേട്ടോ. അതെല്ലാം കവറിനകത്താക്കി നട്ടു വെച്ചിരിക്കുക. ഇതൊക്കെ ഇപ്പോഴത്തെ അലങ്കാര ചെടികൾ ഇതൊക്കെയാന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോഴത്തെ അലങ്കാര ചെടികളൊക്കെ അതെ. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നിന്ന് തന്നെ നമ്മൾ ഇത്രയും ഒപ്പിച്ചിട്ടുണ്ട്. എല്ലാം പപ്പയുടെ സെലക്ഷൻ അല്ലേ? പേര് ഇത് ബിഗോണിയ. ഇത് ബിഗോണിയ. ഇതെന്തായിരുന്നു പേര് പറഞ്ഞത്? അലോക്കേഷ്യ. ബോൾ സപ്പോർട്ട നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണ്ട് ഇവിടെ നമുക്ക് ഇസ്രായേൽ ഓറഞ്ച് ഉണ്ട്. ഇതൊക്കെ പേര് രസമുണ്ട്. ഇതേതാ? ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയൊരു ബൊട്ടാണിക്കൽ ഗാർഡനാണ് ഈ കുഴിപ്പല്ലം ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ ഒന്ന് വാങ്ങിച്ചില്ലേലും ഇതൊന്ന് കണ്ട് ആസ്വദിക്കാനുള്ള കാഴ്ചകളാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. പലതരം ചെടികൾ, ഫ്രൂട്ട്സ് തൈകൾ ഒക്കെ ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ എടുത്തില്ലേ? അപ്പം ഇതൊക്കെ എടുത്ത് ഇപ്പോൾ അവസാനം ഏതാണ്ടൊക്കെ എടുത്തല്ലോ. റംബുട്ടാൻ എടുത്തത് അല്ലേ? ഇസ്രായേൽ ഓറഞ്ച്. മാവ് എടുത്തോ? അത് ശരിയാ. ഇനി വേറെ എന്തെങ്കിലും വേണോ ഫ്രൂട്ട്സിൻ്റെ? മതി, കുറേശ്ശെ ആവട്ടെ അല്ലേ? ഒന്നുണ്ട്. ഇവിടെ വളങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് കളക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ചകിരിച്ചോറുണ്ട്, അതുപോലെ തന്നെ ചാണകപ്പൊടി ഉണ്ട്. ചാണകപ്പൊടി കൂന കൂട്ടിക്കൊണ്ടിട്ടിരിക്കുക. അതിലൂടെ കരിയില, ഇതെല്ലാം കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് അവർ നടുന്നത്. അവിടെ തൊട്ടപ്പുറത്ത് മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്, കുറേ മണ്ണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ എല്ലാം നിറച്ച് കൊടുക്കുന്നത് തൈകളൊക്കെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചരുവായിട്ട് കിടക്കുന്ന സ്ഥലത്തെല്ലാം അവർ പുല്ല് പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ മണ്ണൊന്നും ഒലിച്ച് പോകാതെയൊക്കെ ഇരിക്കാനായിട്ട് അത് നല്ല രസമാണ് കാണാനായിട്ട്. നല്ല സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പാകി കൊണ്ടുവരികയാണ്. അപ്പം നമ്മുടെ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ നല്ല സൂപ്പർ ഒരു ഗാർഡനാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടുന്ന വാങ്ങിച്ചു. എല്ലാ വെറൈറ്റി സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. ചെടികളാണെന്നുണ്ടെങ്കിലും ഫ്രൂട്ട്സിൻ്റെ തൈകളാണെന്നുണ്ടെങ്കിലും വെജിറ്റബിൾസിൻ്റെ തൈകളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലൊക്കെ ഇവിടെ ഒന്ന് വാങ്ങിക്കാം. അപ്പം ഇതുവഴിയൊക്കെ പോകുകയെന്നുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടൊന്ന് ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.